ഓം നമ ശിവായ. നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, വാട്സപ്പ് ചോദ്യമാണ്. അതായത്, ശത്രുക്കളെ നമുക്ക് സ്തംഭനം, മാരണം, ഈ ക്രിയകൾ നമ്മളിൽ പ്രയോഗിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ചില ചെറിയ ടിപ്സ് വഴി അതിൻ്റെ ക്രിയ മീൻസ് അതിൻ്റെ വീര്യം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ ശത്രുക്കൾ ചുമ്മാ ഇരിക്കത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നവരായിരിക്കും. നിങ്ങൾ തനി ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശത്രുക്കളും ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് ഫെയിം ഉണ്ടെങ്കിൽ, പ്രശസ്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉയർച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശത്രുക്കൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതൊരു പ്രകൃതിയിൽ, പ്രത്യേകിച്ച് കലിയുഗത്തിൽ ബന്ധുക്കൾ വരെ നിങ്ങളുടെ ശത്രുക്കളാവും. സ്വന്തം രക്തബന്ധം വരെ നിങ്ങൾക്ക് ശത്രുക്കളാവും. അതാണ് ഈ കലിയുഗത്തിൻ്റെ മെയിൻ ബാഡ് തിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിയകൾ നമ്മൾ പ്രയോഗിച്ചാൽ നമുക്കതിൻ്റെ വീര്യം നമ്മളിലേക്കാതെ എങ്ങനെ അത് നിർവീര്യമാക്കാം? നമുക്ക് തിരിച്ചടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമ്മളിൽ വന്ന ഈ ക്രിയ നമുക്ക് എങ്ങനെ ഡിഫ്യൂസ് ചെയ്യാം? ആദ്യമായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ്. സ്റ്റീല് പാടില്ല, ഒന്നെങ്കിൽ പ്ലെയിൻ ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, ഇല്ലെങ്കിൽ ബ്രാസിൻ്റെയോ ചെമ്പിൻ്റെയോ ഒരു ഗ്ലാസ്. ഒരു നാരങ്ങ നമുക്ക് ആവശ്യമാണ്. ഇനി വേണ്ടത് ആ ഗ്ലാസ്സിൽ നിറച്ച് ശുദ്ധജലം കരുതുക. അതിനുള്ളിൽ നിറച്ച് വെള്ളം എടുക്കുക. അതിലൊരു നാരങ്ങ, നല്ല പഴുത്ത നാരങ്ങ അതിൽ ഇടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ചെറിയ പിന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിരൽ കുത്തിയിട്ട് ആ ഒരു തുള്ളി അത് മുക്കിയാലും മതി. ജസ്റ്റ് നമ്മൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ചോരയില്ലേ, ആ അളവിൽ മതി. അത് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടൊന്ന് കശക്കിയാൽ നമ്മുടെ ആ ചെറിയ തുട്ടു രക്തം അതിലേക്ക് കലരും. അത് കലർത്തേണ്ട സമയത്ത് നമ്മൾ ചൊല്ലേണ്ട കാളി മന്ത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധ്യാനമോ മന്ത്രമോ ആവാം, പക്ഷെ കാളി ദേവി ആകണം എന്ന് മാത്രമേ. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളം നിറച്ചെടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇടുക. അതിലൊരു നാരങ്ങ ഇടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ദേവീനെ, ഭദ്രകാളീനെ വിചാരിച്ച്, നമ്മൾ ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ലൈറ്റായിട്ട് ചോര മതി. അത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കശിക്കാൻ മതി. ചോര നല്ല രീതിയിൽ വേണമെന്നില്ല, അതൊരിക്കലും ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ചോര അത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ മതി. നമ്മൾ കശക്കത്തില്ലേ, അത് ജസ്റ്റ് ഒരു അംശം മതി. ഭദ്രകാളിയുടെ മൂലമന്ത്രമോ ധ്യാനമോ ഏതെങ്കിലും നിങ്ങൾ അറിയാവുന്ന രീതിയിലുള്ള ഭദ്രകാളിയുടെ ഏതെങ്കിലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചുള്ള മന്ത്രം ഉരിയായി വേണം ആ നിങ്ങളുടെ ബ്ലഡ് അതിലേക്ക് കലർത്തുവാൻ. ദാറ്റ് മീൻസ് യുവർ നെഗറ്റീവ് ഓൾറെഡി മഞ്ഞൾ വെള്ളം, അതായത് നാരങ്ങയും മഞ്ഞളും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മയുടെ പ്രസൻസ് അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെയിലുള്ള ആ നെഗറ്റിവിറ്റി, നമ്മുടെ ചോരയിൽ ആ നെഗറ്റിവിറ്റി ഉണ്ടാവും. ആ നെഗറ്റിവിറ്റി നമ്മൾ ആ വെള്ളത്തിൽ കലർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലുള്ള നെഗറ്റീവ് കാളി മാതാവ് സക്ക് ചെയ്തെടുക്കും. ദാഹമുള്ളവ, അതേപോലെ ശത്രുക്കളുടെ രക്തം ഇഷ്ടപ്പെടുന്നവളാണ്
ഭദ്രകാളി എന്ന് പറഞ്ഞാൽ. അത് കാളി ദേവിയുടെ ആവിർഭാവം തന്നെ രക്തബീജനെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മയെ നമ്മുടെ നെഗറ്റീവ് അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ നോക്കിക്കോളും. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇപ്പോൾ സാധാരണ ഞാൻ പറയുന്നത് 2 or 3 പ്രാവശ്യം ചെയ്യണം. ഇത് ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഒന്നെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച. ശനിയാഴ്ചയാണ് ഭദ്രകാളി, അതായത് ദക്ഷിണകാളിയുടെ ദിവസം. അപ്പോൾ ഈ ദിവസം നമ്മൾ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അതിൽ കലർത്തുക, രക്തം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഗ്ലാസ്സിൽ ആ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. നമ്മളൊരു ചെറിയൊരു അംശം, രക്തത്തിൻ്റെ അംശം അതിൽ വേണമെന്നേ ഉള്ളൂ. സോ ദാറ്റ് നമ്മൾ ആ പ്രൂഫ് ചെയ്യുകയാണ് അമ്മയ്ക്ക്, ഇത് നമ്മളുടെ ശത്രുക്കൾ നമുക്ക് ഉപദ്രവിക്കാനായിട്ട് അയച്ച താന്ത്രികമാണ്, അമ്മേ നമ്മളെ രക്ഷിക്കണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കലർത്തിയ വെള്ളം ആരും ചവിട്ടാത്തിടത്ത് അല്ലെങ്കിൽ ആരും വരാത്തിടത്ത് കളയുക. അതിനുശേഷം വീട്ടിൽ വന്ന് ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കുളിക്കുക. റീഫ്രഷ് ആവും. നമ്മുടെ ആ നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവും. ഇതാണ് ഈ പറയുന്ന താന്ത്രിക പ്രയോഗങ്ങൾ നമ്മളിൽ പ്രയോഗിച്ചാൽ സിദ്ധരീതിയിൽ മാറ്റേണ്ട വിധം. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ 10, 60,000, 1 ലക്ഷം രൂപ വരെ പോകും അത് മാറ്റുവാൻ. പക്ഷെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സിദ്ധ വഴിപാടിലുള്ളവർക്കൊക്കെ വെറും നാരങ്ങയും അതേപോലെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ഗ്ലാസും വെള്ളവും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ രക്തത്തിൻ്റെ ലൈറ്റ് ഒരു സ്പർശം അത് നമ്മളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അറിയാത്തത് സിദ്ധ വഴിപാടിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്കുണ്ടാകുന്ന നെഗറ്റിവിറ്റീസിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പൂജകളൊക്കെ കുറവാണ്. അവരവരുടെ പൂർണ്ണ കാരണവന്മാരുണ്ടെങ്കിൽ എന്താ പറ്റിയേ, ഇന്നത് ചെയ്യുക, അല്ലാതെ പൂജാരിനെ കൊണ്ടുവല്ല അല്ലെങ്കിൽ താന്ത്രികനെ കൊണ്ടുവന്ന് ഇത് ഒഴിവാക്കുക, അങ്ങനെയൊന്നും ഇല്ല അവർക്ക്. ശരിയായ സിദ്ധ വഴിപാടിലുള്ളവർക്ക്, ശരിയായ സിദ്ധ വഴിപാടുള്ളവർക്ക് ഇത് ഏക്കത്തുമില്ല, അത് വേറെ കാര്യം. എന്നാൽ സിദ്ധ താന്ത്രികത്തിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തെന്നാൽ ഇതുപോലത്തെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ വേറൊരു ചോദ്യം വാട്സപ്പിൽ വന്നത്, അതായത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിലെ ഫുൾ വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വേറൊരു ലെവലിലേക്ക് വരുന്നുണ്ട്. വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇടുന്നത് നെഗറ്റീവാണ് എന്നുള്ളത്. അതാരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, അതായത് ഏത് ഭദ്രകാളി ക്ഷേത്രവും എല്ലാം നെഗറ്റീവ് ആണെന്നുള്ള ധാരണയിലേക്ക് വരും. ഈവൻ നമ്മൾ ഹോളി ആഘോഷിക്കുന്നത് വരെ നെഗറ്റീവാണ്. കാരണം മഞ്ഞൾ ഹോളി എന്ന് പറയുന്നത് ഹോളിയാണ്. ഇപ്പോഴാണ് കളറൊക്കെ വരുന്നത്. പണ്ട് ഹോളി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഹോളി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നെഗറ്റീവായില്ലേ. അതായത് ഒരു പറ്റം ആൾക്കാർ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്നിട്ട കൽക്കി എപ്പിസോഡ്, അതിലൊരു 3-4 കമൻറ്റ് നെഗറ്റീവായിട്ട്, അതായത് മുരുക യുഗമാണ് വരുന്നതെന്നുള്ളൊരു കമൻറ്റ്. ഞാൻ മുരുക യുഗത്തെ പറ്റിയൊന്നും ശരിയായ ധാരണയോടെ ഒന്നുമല്ല. ഞാൻ മുരുക യുഗത്തെപ്പറ്റി 2013 തുടങ്ങിയതാണ് എൻ്റെ ഈ ചാനൽ. 2014 ഇപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു 10,000-3000 പേരുണ്ടാവും. അവർക്കറിയാം ഞാൻ 2014 പറഞ്ഞ കാര്യമാണ് മുരുക യുഗം എന്ന് പറയുന്നത്. കാരണം ചൊവ്വയാണ് ഈ പറയുന്ന പീക്ക് സ്റ്റേജിൽ വരുന്നത്.
ചൊവ്വ എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി ആധിപത്യമാണ്. അനന്തൻ, അതായത് അനന്തൻ്റെ അവതാരമാണ് മുരുകൻ, ചൊവ്വയുടെ ആധിപത്യമുള്ള ആളാണ്. അതേപോലെ ഭദ്രകാളി ചൊവ്വയുടെ ആധിപത്യമുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഒറീസ, അസാം ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കലിയെ അവതരിക്കുന്നത് കാളിയാണെന്നുള്ള വിശ്വാസക്കാരാണ് അവർ. കാളിയുഗം വരുന്നു എന്നുള്ള കാളി, കൽക്കി രണ്ടിനും സെയിം പേരാണ് വരുന്നത്. അതേസമയം നിങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആ ഏരിയയിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഹനുമാൻ സ്വാമിയാണ് കലിയുഗത്തിൻ്റെ രക്ഷകനായി വരുന്നത്. കാരണം ചിരഞ്ജീവിയാണ് എന്നുള്ളത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാട് ഭാഗം, കർണാടക, ബാംഗ്ലൂർ ആ ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ മുരുകയുഗം വരും എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ദൈവം മുരുകനാണ്. അതേസമയം കേരളീയർക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ, അതാണ് നമ്മുടെ എല്ലാവരുടെയും അതായത് ക്രേസി ആയിട്ടുള്ള ഗോഡ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ വരില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. കാരണം കേരളീയർക്ക് ഗുരുവായൂരപ്പനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാക്ഷാൽ കൽക്കി മഹാവിഷ്ണു വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന മുരുകയുഗം എന്ന് പറയുന്നത്, അതായത് ചൊവ്വ ആധിപത്യം. അപ്പോൾ ചൊവ്വ ആധിപത്യം എന്ന് പറയുമ്പോൾ നമുക്ക് മുരുകനാകാം. ലക്ഷ്മണനും ചൊവ്വയുടെ ആധിപത്യമുള്ളതാണ്, ബലരാമനും ചൊവ്വയുടെ ആധിപത്യമുള്ളതാണ്, അനന്തൻ്റെ ഏത് അവതാരവും ചൊവ്വയുടെ ആധിപത്യമാണ്, ഹനുമാൻ സ്വാമിയും ചൊവ്വയുടെ ആധിപത്യമാണ്, ഭദ്രകാളിയും ചൊവ്വയുടെ ആധിപത്യമുള്ളതാണ്. അതായത് ചൊവ്വാദോഷം എന്തുണ്ടെങ്കിലും ഭദ്രകാളി, മുരുകൻ, അതേപോലെ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ ഈ ചൊവ്വാദോഷവും മാറും. കാരണം ചൊവ്വയുടെ അധിപതിയാണ് അവർ. അതിനർത്ഥം ഇതല്ല കാളി വരും, അതേപോലെ മുരുകൻ വരും, അല്ലെങ്കിൽ ഹനുമാൻ വരും. ഇത് കേട്ടിട്ട് എൻ്റെ താഴെ പൊങ്കാലയൊന്നും ഇടാൻ വരണ്ട. ഞാനുള്ള സത്യം, കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിഗമനമാണ് പറയുന്നത്. പക്ഷേ ചിലവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ള തലത്തിലേക്ക് വന്ന് 2-3 കമൻ്റ് ഇട്ട് പോയി. പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്തു. കാരണം മറ്റുള്ളവർക്ക്, ഇപ്പോൾ സ്ഥിരം കാണുന്നവർക്കൊക്കെ ഇപ്പോൾ 2013 തൊട്ട് ഞാൻ എപ്പിസോഡ് ഇടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കരിങ്ങാലിനെ പറ്റിയൊക്കെ ഞാൻ 2013 സ്റ്റാർട്ടപ്പിൽ തന്നെ അതിനെപ്പറ്റി പണ്ടേ ഇട്ടതാണ്. പക്ഷെ ഇപ്പോഴാണ് കരിങ്ങാലിയൊക്കെ ഓരോരുത്തരിട്ട് അത് വൈറലാക്കുന്നത്. ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഇട്ടോ, നിങ്ങൾ വേറൊരു ചാനലുള്ളവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഇട്ടോ. ഞാൻ പ്രശസ്തിക്കൊന്നുമല്ല, ഞാൻ സാധാരണക്കാർക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വൈറലാകണമെന്നൊന്നുമില്ല. വൈറലാകണമെങ്കിൽ എന്തും കള്ളത്തരം പറഞ്ഞ് ഫലിപ്പിക്കാം. പക്ഷേ എൻ്റെ ഓരോ എപ്പിസോഡിൽ ടിപ്സ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും, ഞാൻ അവർക്ക് വേണ്ടി മാത്രം സ്ഥിരം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ദേ നോ റിസൾട്ട് ഓറിയൻറ്റഡ്, അത് മതി. അല്ലാതെ മാനനഷ്ടം വരുന്നു, എൻ്റെ വ്യൂവേഴ്സ് കൂടുമ്പോൾ ചിലവരുടെ കോൺഫിഡൻസ് ഒക്കെ തകരുന്നു. ഞാൻ ജയിക്കാനോ തോക്കാനോ വേണ്ടി കളിക്കുന്നതല്ല. ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ എപ്പിസോഡ് ഇടുന്നത്. ചിലവർക്ക് അതൊരു അതെന്തോ ആവട്ടെ. അപ്പോൾ ഈ പറയുന്ന സിദ്ധ കൺസെപ്റ്റ് 2013 തൊട്ട് ഇപ്പോൾ 2025, അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ ഓരോ ടിപ്സും അതേപോലെ താന്ത്രിക രീതികളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷേ എന്തിപ്പോൾ പറയുന്നു അതാണ് ഔട്ടർ പേഴ്സൺ, അതായത് പുതിയതായിട്ട് വന്നവർ, എൻ്റെ പഴയത് പേസ്റ്റ് അടിച്ച കുറേ ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന പുതിയ വ്യൂവേഴ്സ് ഉണ്ട്. അവിടെയാണ് ഈ പഴയ ഗുരുക്കൾ എന്നുള്ള പുതിയ ഗുരുക്കൾക്ക് ഞാനൊരു പ്രവൃത്തിക്കേടാവുന്നത്. അപ്പോൾ അവരുടെ ശിഷ്യന്മാരൊക്കെ വന്ന് താഴെ പൊങ്കാലയിടും. പൊങ്കാലയൊന്നുമില്ല, വിവരക്കേട് അത് തന്നെ. കാരണം ഈ പറയുന്ന ഭവിഷ്യപുരാണം, സ്കന്ദപുരാണം, ഭവിഷ്യമാലിക
ഇത് വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ there is no other gods, ഡയറക്റ്റ് ഗോഡാണ് വരുന്നത്. ശ്രീമൻ നാരായണൻ്റെ ഭാവം, ശ്രീമൻ നാരായണനാണ് ത്രിമൂർത്തികളെ കൺട്രോൾ ചെയ്യുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉള്ളവൻ. സദാശിവം, കണുമേ ശിവ എന്ന് പറയുന്ന പോലെയാണ്. ഓം നമ ശിവായ എന്ന് പറഞ്ഞാലും ഓം നമോ നാരായണ എന്ന് പറഞ്ഞാലും സെയിമാണ്. ബട്ട് നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണ് എന്നുള്ള ധാരണ തെറ്റാണ്. കാരണം വിഷ്ണുവിൻ്റെതായിട്ടുള്ള മന്ത്രമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പം ദശാവതാരത്തിൽ മഹാവിഷ്ണു അവതാരമാണ് 10 എന്ന് വിചാരിക്കരുത്. അതിൽ നാരായണനും അത് മീൻസ് ശ്രീരാമചന്ദ്രനും നരസിംഹമൂർത്തിയും ഡയറക്റ്റ് നാരായണൻ്റെ അവതാരമാണ്. അവർക്ക് 2 പേർക്കും തൃക്കണ്ണുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡ് ഇടുന്നത് മറ്റുള്ളവരുടെ കോൺഫിഡൻസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു ആശ്രമമൊക്കെ പണിയണം എന്നുണ്ടെങ്കിൽ 2013 കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പണിയായിരുന്നു. കാരണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ എഴുന്നേറ്റിട്ട് വേണം അടുത്ത ആൾക്ക് ഇരിക്കാൻ, ആ ലെവലിലായിരുന്നു. പക്ഷെ ഞാൻ അതവരെയൊക്കെ ഒഴിവാക്കി. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്ക് ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടൻസി, നിങ്ങൾക്ക് ഈ ഇമെയിൽ, ഈ ചാനലിൻ്റെ പേര് തന്നെ മനസ്സിലായി, യൂണിവേഴ്സൽ HRC, ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടൻറ്റ്. അതും ഇതും കൂടി അതിന് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നതും ഹീലിംഗ് ചെയ്യുന്നതും ഒക്കെ. ഇപ്പോഴും ഞാൻ എൻ്റെ കർമ്മം കൺസൾട്ടൻസിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പണക്കാരനാകണമെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ആശ്രമം ആകണമെന്നോ എനിക്കൊരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നോ ഒരാഗ്രഹമില്ല. ഐ എം കംഫർട്ട്. എനിക്ക് കൂളായിട്ടുള്ള ലൈഫ്, ഫ്രീഡത്തോടുള്ള ജീവിതം, അതാണ് എൻ്റെ ഒരു രീതി. ഞാൻ ഗൃഹസ്ഥനാണ്. കുട്ടിയുണ്ട്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ജീവിക്കുക, സാധാരണക്കാരനായിട്ട് ജീവിക്കുക. എനിക്കുള്ള വയറ്റിപ്പഴപ്പ് എൻ്റെ മൂർത്തി തന്നോളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട. ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ജയിക്കാനോ തോക്കാനോ കളിക്കുന്നതല്ല. ഞാൻ മേളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള ലെവലിൽ സിമ്പിളായിട്ട് ജീവിക്കുന്നു. അത് മറ്റുള്ളവനെ കുത്തുന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ചാനൽ സ്കിപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ ഇത് പറയാതിരുന്നാൽ കൊമ്പ് മുളച്ച് കഴിഞ്ഞാൽ അത് നുള്ളുന്നതിന് മുമ്പ് മീൻസ് അത് വരുന്നതിന് മുമ്പ് ഒന്ന് നുള്ളിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കോമ്പറ്റീറ്ററേ അല്ല ഞാനൊരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സിദ്ധ ടിപ്സ് പറയുന്ന ഒരു ചാനൽ. അല്ലാതെ കോടിപതികൾക്ക് ഇരട്ടി ധനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാർക്കോ, എല്ലാവരും കാണുന്നുണ്ട്. പണക്കാരും കാണുന്നുണ്ട്, ദരിദ്രരും കാണുന്നുണ്ട്, വീടും കുടിയും പോലും ഇല്ലാത്തവർ കാണുന്നുണ്ട്. അവർ കംഫർട്ടബിളാണ്, എനിക്കത് മതി. വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഷഫീഖ് എന്ന് പറഞ്ഞ ഒരു മെയിലിൽ നിന്ന് നെഗറ്റീവ് കമൻറ്റ് യൂട്യൂബിൽ. പക്ഷേ ഷഫീഖ് എന്നുള്ളതിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ പിള്ള എന്നുള്ളത് മനസ്സിലായത്. അതായത് ഇവർക്കൊക്കെ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള, എങ്ങനെയെങ്കിലും അടിയുണ്ടാക്കുക, അങ്ങനത്തെ കുറേ ജീവികളും ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനും ഇന്ന് ടെക്നോളജി ഉള്ള കാലമാണ്. ഏത് IP അഡ്രസ്സിൽ നിന്നാണ് വരുന്നതൊന്നും കൂടി മുമ്പിലിരിക്കുന്നവൻ അറിയാം എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാ യൂട്യൂബേഴ്സും അവരവരുടെ വ്ളോഗ് ചെയ്യുമ്പോൾ അവർ വിഡ്ഢികളാണെന്നൊന്നും കരുതണ്ട. അവരെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൂടി ഇട്ടോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷേ ഞാനൊരു ടിപ്സ് നിങ്ങളെ ഓരോ എപ്പിസോഡ് ഇടുമ്പോൾ അതിന് വ്യക്തമായ കോൺഫിഡൻസോടെ അതിൻ്റെ ഓലച്ചുവടികളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്.
തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ എപ്പിസോഡ് ഇടുന്നത്. അതുകൊണ്ട് ദയവായി നെഗറ്റീവ് കമൻ്റ് ഇടുന്ന 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്കിപ്പ് എന്നുള്ള ബട്ടൺ ഞെക്കിക്കുക, ഇങ്ങോട്ട് വന്ന് പൊങ്കാലയിട്ട് ചുമ്മാ നിങ്ങളുടെ അറിവില്ലായ്മ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, വരണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.